ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ. 26-ാമത്തെ ചോദ്യം, ഗലാത്യരെ അസ്വസ്ഥരാക്കുന്നവർ എന്തു ചെയ്തിരുന്നെങ്കിൽ എന്നാണ് പൗലോസ് ആശിക്കുന്നത്. ഉത്തരം, അവർ പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന്. 27-ാമത്തെ ചോദ്യം, ആര് അംഗവിച്ഛേദനം ചെയ്ത് കാണുവാനാണ് പൗലോസ് ആശിക്കുന്നത്? ഉത്തരം, ഗലാത്യരെ അസ്വസ്ഥരാക്കുന്നവർ. 28-ാമത്തെ ചോദ്യം, ഗലാത്യർ എന്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, സ്വാതന്ത്ര്യത്തിലേക്ക്. 29-ാമത്തെ ചോദ്യം, ആ സ്വാതന്ത്ര്യത്തെ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമായി ഗണിക്കരുതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി. 30-ാമത്തെ ചോദ്യം, എപ്രകാരം പരസ്പരം സേവിക്കണമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, സ്നേഹത്തോടെ, ദാസരെ പോലെ. 31-ാമത്തെ ചോദ്യം, നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന എന്താണ്? ഉത്തരം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. 32-ാമത്തെ ചോദ്യം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ എന്താ അടങ്ങിയിരിക്കുന്നു? ഉത്തരം, നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. 33-ാമത്തെ ചോദ്യം, ഈ വാക്യത്തിന് സമാനമായ വാക്യം ലേവ്യരുടെ പുസ്തകത്തിൽ എവിടെ കാണുന്നു? ഉത്തരം, ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ. 34-ാമത്തെ ചോദ്യം, എന്താണ് ലേവ്യരുടെ പുസ്തകത്തിലെ വാക്യം? ഉത്തരം, നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഞാനാണ് കർത്താവ്. 35-ാമത്തെ ചോദ്യം, എന്തു ശ്രദ്ധിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഗലാത്യക്കാർ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 36-ാമത്തെ ചോദ്യം, എങ്ങനെ വ്യാപരിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാനാണ് പറയുന്നത്. 37-ാമത്തെ ചോദ്യം, എന്തിനെ തൃപ്തിപ്പെടുത്തരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ജഡമോഹങ്ങളെ. 38-ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പറയുന്നത്? ഉത്തരം, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. 39-ാമത്തെ ചോദ്യം, ആത്മാവിന്റെ അഭിലാഷങ്ങൾ എന്തിന് എതിരാണ്? ഉത്തരം, ജഡത്തിന് എതിരാണ്. 40-ാമത്തെ ചോദ്യം, ആര് തമ്മിലാണ് പരസ്പരം എതിർക്കുന്നത്? ഉത്തരം, ജഡമോഹങ്ങളും ആത്മാവും തമ്മിൽ. 41-ാമത്തെ ചോദ്യം, ജഡമോഹങ്ങളും ആത്മാവും പരസ്പരം എതിർക്കുന്നത് നിമിത്തം ഗലാത്യർക്ക് എന്താണ് സാധിക്കാതെ വരുന്നത്? ഉത്തരം, ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. 42-ാമത്തെ ചോദ്യം, അവർ നിയമത്തിന് കീഴിൽ അല്ലാതാകുന്നത് എപ്പോഴാണ്? ഉത്തരം, ആത്മാവ് അവരെ നയിക്കുമ്പോൾ. 43-ാമത്തെ ചോദ്യം, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ജഡത്തിന്റെ വ്യാപാരങ്ങൾ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. 44-ാമത്തെ ചോദ്യം, ഈ ദൃശ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് പൗലോസ് ശ്ലീഹ എന്തു താക്കീതാണ് നൽകുന്നത്? ഉത്തരം, അവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. 45-ാമത്തെ ചോദ്യം, ആത്മാവിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം, ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. 46-ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിനുള്ളവർ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി എന്തിനെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? ഉത്തരം, തങ്ങളുടെ ജഡത്തെ.
47 ചോദ്യം. ആരാണ് തങ്ങളുടെ ജഡത്തെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിനുള്ളവർ. 48 ചോദ്യം. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ എപ്രകാരമാണ് ക്രൂശിച്ചിരിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. 49 ചോദ്യം. നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം നാം ആത്മാവിൽ ജീവിക്കുമ്പോൾ. 50 ചോദ്യം. ആത്മാവിന്റെ ഫലങ്ങൾക്കെതിരായി എന്തെങ്കിലും നിയമമുണ്ടോ? ഉത്തരം ഇല്ല. ആത്മാവിന്റെ ഫലങ്ങൾക്കെതിരെ ഒരു നിയമവുമില്ല. 51 ചോദ്യം. ഒരു നിയമവും ഇല്ലാത്തത് എന്തിനെതിരെയാണ്? ഉത്തരം ആത്മാവിന്റെ ഫലങ്ങൾക്കെതിരെ. 52 ചോദ്യം. ഗലാത്യർ എങ്ങനെയുള്ളവർ ആകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അവർ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 53 ചോദ്യം. പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ എന്ന് ആരെ കുറിച്ചാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ഗലാത്യരെ കുറിച്ച്.